പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിങ്ങനെ ഇപ്പോൾ ഇവിടെ സമയം രാവിലെ 11:30 കേട്ടോ. ജിമ്മിൽ പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുക. 12 മണിയുടെ സ്ലോട്ടാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഓരോ ദിവസവും സ്ലോട്ട് ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലോ ഓറഞ്ച് തിയറി എന്ന് പറഞ്ഞിട്ട്, അതിനകത്ത് നമ്മൾ ഒരു മണിക്കൂറിനുള്ളിൽ അവർ കാർഡിയോയും വെയിറ്റ് ട്രെയിനിങ്ങും എല്ലാം കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള വർക്കൗട്ട് പ്രോഗ്രാമാണ് കേട്ടോ. അപ്പം 11:45 11:35 ഒക്കെ കഴിയുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങും. ഒരു 10 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്. എന്നിട്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ തണുപ്പുണ്ടോയെന്ന് വെച്ചാൽ നല്ല സ്പ്രിംഗ് ആണ്, കാണാൻ നല്ല രസമാണ്. പക്ഷെ നല്ല നമ്മളിപ്പോൾ കൊടൈക്കനാലിലൊക്കെ ചെന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. നല്ല രസമുള്ളൊരു തണുപ്പാണ്. ചില ദിവസം ഇന്നത് 5 ഡിഗ്രി, രാവിലെ 5 ഡിഗ്രിയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഉച്ചയാകുമ്പോഴത്തേന് 16 ഡിഗ്രി 20 ഡിഗ്രി ഒക്കെ വരും. അങ്ങനെ രസമാണ്, വേറൊരു ലൈഫ് സ്റ്റൈലാണ്. എൻജോയ് ചെയ്യുന്നുണ്ടോയെന്ന് എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ നാട് മിസ് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ മിസ് ചെയ്യുന്നുണ്ട്. നാട്ടിലെല്ലാവരും, ഞാൻ മാത്രമാണല്ലോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, ബാക്കിയുള്ളവരും അവിടെയാണല്ലോ. അങ്ങനെ 2 മാസം നമ്മളിവിടെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ്, എന്നും വർക്കിംഗ് ഡേ ആകുമ്പോൾ നമുക്കെങ്ങും അങ്ങനെ പോകലും ഒന്നുമില്ലല്ലോ. നമ്മൾ വീട്ടിലെ വ്ളോഗ്സും സാധാരണ ഞാൻ അവിടെ ഇടുന്ന പോലത്തെ വ്ളോഗ്സൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഓറഞ്ച് തിയറി ജിമ്മിനകത്ത് നമുക്ക് അവർ വീഡിയോ അലോ ചെയ്യത്തില്ല കേട്ടോ. ഞാൻ ആദ്യം ഓർത്ത് അവിടെ ഉണ്ടെങ്കിൽ അവർ ജിമ്മിനകത്ത് ഫോൺ കൊണ്ടുപോകാൻ അറിയാത്ത, ഫോണെല്ലാം നമ്മൾ വെളിയിൽ ലോക്കറിൽ വെച്ചിട്ടാണ് കയറുന്നത്. പിന്നെ അവർ നല്ലതായിട്ട് നമ്മളിങ്ങനെ ചിറപ്പ് ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും. അങ്ങനെ 1 മണിക്കൂർ പോകുന്ന അറിയത്തില്ല. നമ്മൾ 1.5 മണിക്കൂറൊക്കെ നല്ല സിവിയറായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ. പിന്നെ പക്ഷേ വെയിറ്റ് ഞാൻ എപ്പോഴും കുറവാട്ടോ. അവർ പറഞ്ഞു വെയിറ്റ് ഇച്ചിരി കൂടെ ഒക്കെ എടുക്കണമെന്ന്. ഞാനിപ്പോഴും നമ്മൾ 2.5-ൻ്റെയും 2.5-ൻ്റെയും ഒക്കെ ഡമ്പലും പിടിച്ചുകൊണ്ടിരിക്കുക. ഈ കിലോഗ്രാമും പൗണ്ടും കൂടെ എനിക്കിപ്പോഴും നല്ല കൺഫ്യൂഷനാട്ടോ. 8 പൗണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ അത് 2 പോയിൻറ്റ് സംതിങ്ങേ ഉള്ളൂ. അങ്ങനെ പിന്നെ ഇവിടെ എല്ലാവരും സ്പ്രിംഗ് ആയതുകൊണ്ട് സ്പ്രിംഗ് ക്ലീനിങ് ഒക്കെ നടക്കും. എല്ലാ ആഴ്ചയിലും ലോൺ മൂവ് ചെയ്യണം. ചെടികൾ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചെമ്പരത്തിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്, അതൊക്കെ നടണം. പിന്നെ ലിയോയെ ഞാൻ നല്ലതായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ലിയോയെ വിളിക്കുമ്പോൾ ലിയോയ്ക്ക് അറിയത്തില്ല കേട്ടോ, ഇവിടെ നിന്ന് അതിങ്ങനെ നോക്കും. അങ്ങനെ നമ്മുടെ നാട്ടിലും ഭയങ്കര ചൂടായല്ലേ. നാട്ടിലും ഞങ്ങളുടെ കാൺപൂരും അതെ, അവിടെ എല്ലാം ഗ്രീൻ നെറ്റ് ഇട്ടു. കാരണം ഭയങ്കരമായിട്ട് ചെടിയെല്ലാം നശിച്ചു പോകുന്ന കാരണം. ഞാനിപ്പോൾ കുക്കിംഗ് ഒക്കെ ചെയ്തു വെച്ചു. ഉച്ചയ്ക്ക് നമ്മൾ സൗത്ത് ഇന്ത്യൻ കുക്കിംഗ് ഒക്കെ ചെയ്യും കേട്ടോ. മീര ഇവിടെ ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. പകലെന്ന് പറഞ്ഞാൽ ഞാൻ സ്പാർക്കിയേ ഉള്ളൂ ഇവിടെ. അപ്പം ഞാൻ എന്താ പറയുന്നത്, ചോറ്, ചിക്കൻ ഫ്രൈ, പുളിശ്ശേരി, മഷ്റൂം തോരൻ, ഇതൊക്കെ ഉണ്ടാക്കി. ഒരു നേരത്തെ കുക്കിംഗ് കൂടെ. വൈകുന്നേരം നമ്മളിതൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കും. അങ്ങനെയാണ്. പിന്നെ ഇവിടെ മെയ്ഡ്സ് വരും ക്ലീൻ ചെയ്യാനായിട്ട് വൺസ് ഇൻ എ വീക്ക്. അവർ നാളെ വരുന്നത്. വൺസ് നമ്മൾ വിളിക്കുന്നത് വൺസ് ഇൻ എ വീക്ക്, ചിലപ്പം ട്വൈസ് ഇൻ എ വീക്ക്. ഇപ്പം ഈ ഫ്രൈഡേ അവർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ഡീപ്പ് ക്ലീൻ ഒക്കെ ചെയ്യുന്നതല്ല. നമുക്കിങ്ങനെ ഡീപ്പ് ക്ലീൻ വാക്യൂം അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല. പിന്നെ വന്നു ഒരാഴ്ച എനിക്കൊന്ന് ജെറ്റ് ലാഗ് ആയി. ഇപ്പോൾ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. കറക്റ്റ് രാത്രിയിൽ ഉറങ്ങും. അല്ലെങ്കിൽ ഞാൻ 2 മണിക്ക് അവിടുത്തെ നമ്മളെ 2 മണിക്കൊക്കെ എണീറ്റിരിക്കുമായിരുന്നു. ഇപ്പം ഞാൻ ശരിക്കും 9:30 ആകുമ്പോൾ കിടക്കും. 5:30 ആകുമ്പോഴാണ് കേട്ടോ എണീക്കുന്നത്. എണീക്കെന്ന് പറഞ്ഞാൽ കണ്ണ് തുറക്കുന്നത്, ഉറക്കം സെറ്റായി. അപ്പം എൻ്റെ ഇവിടെ സംഭവിക്കുന്ന കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ലൈഫ് ഇങ്ങനെ പോകുന്നു. കാണാം. അപ്പോൾ ഒന്നും കൂടെ പറയാം, ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇപ്പോൾ പറയുന്നില്ല, നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ ജിമ്മിലൊക്കെ പോയിട്ട് 1:15 തിരിച്ച് വന്നേ. 1:15 തിരിച്ച് വന്നപ്പം ചോറുണ്ണാനുള്ളൊരു ടൈം ആയിട്ടില്ല. എന്നാലും നമ്മൾ ജിമ്മിലൊക്കെ പോയിട്ട് വരുമ്പോൾ കുറച്ച് നമുക്ക് വിശക്കുമല്ലോ. നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് കഴിയുമ്പം എന്തെങ്കിലും ഒന്ന് കഴിക്കണമല്ലോ. അപ്പം ഞാൻ സാലഡ് കഴിക്കാമെന്ന് വെച്ചാൽ, ഇവിടെ ഇങ്ങനെ സാലഡ് പാക്ക് ചെയ്ത് കിട്ടും കേട്ടോ വാൾമാർട്ടിൽ. അപ്പോൾ അത് നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് അതിനകത്ത് ഡ്രസ്സിങ്ങും അതിൻ്റെ കൂട്ടത്തിലുള്ള എല്ലാം കൂടെ 170 കാലറീസേ വരുന്നുള്ളൂ കേട്ടോ. കുറേ വെജിറ്റബിൾസ് നമുക്കകത്ത് ചെല്ലുകയും ചെയ്യും. സാലഡാകുമ്പോൾ ഇതൊരു നല്ല ടേസ്റ്റി സാലഡാണ് കേട്ടോ. സാധാരണ ഞാൻ ഡ്രസ്സിങ് ഒക്കെ ഇട്ട് സാലഡ് ഉണ്ടാക്കാറുണ്ട്, ചിക്കൻ സാലഡ് ലെറ്റസ് ഇട്ടിട്ടൊക്കെ. പക്ഷെ അത് കുറച്ച് കഴിച്ച് കഴിയുമ്പോഴത്തേനും നമ്മളങ്ങ് മടുക്കും കേട്ടോ. പക്ഷേ ഇതെനിക്കൊന്ന് ഇവരുടെ ഡ്രസ്സിങ് ഭയങ്കര രസമാണ്. ഇത്രയും കാലറി അല്ലേ വരുന്നുള്ളൂ. അതുകൊണ്ട് നല്ലത് ഫുൾ ബൗൾ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബൗൾ, ഒരുമാതിരി വലിയൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലൊരു ബൗളാണ്. അതിനകത്ത് നിറച്ചും വരുന്നുണ്ട്. ഇത് നമുക്ക് ഒരു നേരത്തെ മീലായിട്ട്, ഇപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെയോ അല്ലെങ്കിൽ ഡിന്നർ അങ്ങനെയൊക്കെ കഴിക്കണമെങ്കിൽ ഒരു മീലായിട്ട് കഴിക്കാം. ഇതിപ്പോൾ ഞാനും ഗോപും കൂടെ ഹാഫാണ് കേട്ടോ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് സാലഡിൻ്റെ ഡ്രസ്സിങ്ങും ഇൻക്ലൂഡിങ് അതിനകത്ത് ബാക്കി ഡ്രൈ ചെയ്തിട്ടുള്ള കുറേ സാധനങ്ങളും കുറേ ഫ്രൂട്ട്സ് ഡ്രൈ ചെയ്തൊക്കെ ഉണ്ട്. അതെല്ലാം കൂടി ഇട്ടിട്ടാണ് 170 കാലറീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നല്ല ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നമ്മളിങ്ങനെ ഒത്തിരി സാലഡ് എപ്പോഴും നമ്മൾ കഴിക്കുന്നത് നമ്മുടെ മെയിൻ മീൽ ഒത്തിരി കഴിക്കാതിരിക്കാനായിട്ടാണല്ലോ.
അപ്പോൾ ഞാൻ സാധാരണ ഇപ്പോൾ ഈ സമയത്ത് ജിമ്മിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ 2-3 ദിവസമായുള്ളൂ കേട്ടോ. ജിമ്മിൽ നിന്ന് വന്നിട്ട് ഒരു സാലഡ് കഴിക്കും, അല്ലെങ്കിൽ ഒരു ജ്യൂസ് കുടിക്കും. അത് കഴിഞ്ഞിട്ടുണ്ട് 2 മണിയാകുമ്പം 2:15 മോളെ പോയി വിളിച്ചുകൊണ്ട് വന്നിട്ടാണ് പിന്നെ ഞാൻ ലഞ്ച് കഴിക്കാറ്. അപ്പോൾ ഇതൊരു ഇടക്കാല ആശ്വാസം പോലെ നമ്മളിങ്ങനെ സാലഡ് ഉണ്ടാക്കണം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടാക്കിയായിരുന്നു, അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഒരു വീഡിയോ എടുത്ത് കാണിച്ചേക്കാം. ഇത് ഞാൻ ക്യാമറയിൽ അങ്ങോട്ട് കാണിച്ചാട്ടോ. ഡ്രൈഡ് ഫ്രൂട്ട്സ് ആണ് അത്, പക്ഷേ കാണാൻ പറ്റിയില്ല അല്ലേ. അപ്പോൾ അതിൻ്റെ ഡ്രസ്സിങ് ഇട്ട് അത് കഴിക്കും. പിന്നെ ഒരു ക്യാരറ്റ് ജ്യൂസ്, അതായത് 100%ഉം ക്യാരറ്റിൻ്റെ ജ്യൂസ് തന്നെ വിത്തൗട്ട് സ്വീറ്റ്നർ, അതും കൂടെ കുടിച്ചിട്ട് നമ്മുടെ ലഞ്ചിനിടെ മുമ്പുള്ള പ്രീ ലഞ്ച് എന്ന് പറയാം അല്ലേ. അതായത് കാരണം ഞാൻ 8:30 ആയപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. 8 മണിയായപ്പോൾ ഞാൻ കഴിച്ചായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് വരുമ്പോൾ നമുക്ക് വിശക്കുമല്ലോ ഈ ഒരു ടൈമിൽ. അപ്പോൾ അങ്ങനെ സാലഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഗോപുവും അങ്ങ് യൂണിവേഴ്സിറ്റിയിലോട്ട് പോകും. ഞാൻ മോളെ കൊണ്ടുവരാനായിട്ടും പോകും. എന്നിട്ട് വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞിട്ട് ഞാനും മോളും കൂടെ ലഞ്ച് കഴിക്കും കേട്ടോ. അപ്പോൾ ഇവിടുന്ന് അതായത് ഇവിടെ നിന്ന് വാക്കിംഗ് ഡിസ്റ്റൻസ് ആണ്. സ്കൂളിൽ ഞാൻ ഇന്നാളും പറഞ്ഞായിരുന്നല്ലോ, എന്താ നമുക്ക് കാറിൽ പോയിട്ട് കൊണ്ടുവരാറായിരുന്നു പതിവ്. ഇപ്പം ഞാൻ ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ നടന്നു പോയിട്ട് കൊണ്ടുവരാം. അപ്പോൾ എനിക്ക് കുറച്ച് ഒരു വാക്കും ആവും. പിന്നെ നമുക്ക് അവിടെ ചെയ്ത് കുറേ ആൾക്കാരെയൊക്കെ കാണാൻ, വേണമെങ്കിൽ പരിചയപ്പെടാം, കുറച്ച് നേരം അവിടെ വെയിറ്റ് സ്പെൻഡ് ചെയ്യാൻ ടൈം നല്ല രസമാണ് കേട്ടോ. അങ്ങനെ ആ കോമ്പൗണ്ടിലൊക്കെ പോയിരിക്കാനായിട്ട് നല്ല വെയിലുച്ച സമയമല്ലേ, പക്ഷെ തണുപ്പുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ നടന്നങ്ങ് പോയി. നമ്മൾ വീട്ടിനകത്ത് തണുപ്പ് അറിയത്തില്ലല്ലോ, ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ഞാൻ ജാക്കറ്റ് ഇടാതെ അങ്ങ് ഇറങ്ങി നടന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലതായിട്ട് തണുത്തു. അവിടെ ചെന്നപ്പോൾ നല്ലതായിട്ട് തണുത്ത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു ജാക്കറ്റ് ഇങ്ങനെ ഒന്നുകിൽ കൈ പിടിച്ചുകൊണ്ട് പോകും, അല്ലെങ്കിൽ ജാക്കറ്റ് ഇട്ടുകൊണ്ട് പോകും. കാരണം നമ്മൾ അകത്തിരിക്കുന്ന പോലെ അങ്ങ് ഇറങ്ങിപ്പോയാൽ നമുക്ക് തണുക്കും. നല്ല കാറ്റുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ ഇങ്ങനെ നമ്മൾ ഓപ്പൺ ഗ്രൗണ്ടിലാണല്ലോ കുട്ടികളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്, അപ്പോൾ നന്നായിട്ട് തണുക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാനത് പ്രിപ്പയർ ആയിട്ടാണ് കേട്ടോ പോകുന്നത്. 2:20 ആകുമ്പോൾ പോവും. 2:25 ആകുമ്പോഴത്തേനും അവരെ വിടും. അപ്പം 25 എന്ന് പറഞ്ഞാൽ 25 വിടും. അവർ ഇറങ്ങി വരുമ്പോഴത്തേനും 27:30 ഒക്കെ ആകുമല്ലോ. അപ്പോൾ അങ്ങനെ ആ സമയം കാൽക്കുലേറ്റ് ചെയ്തൊരു 3 മിനിറ്റ് നമ്മൾ നടക്കുമ്പോഴത്തേനും സ്കൂളിലെത്തും. അങ്ങനെ അപ്പോൾ ഈ സാലഡ് കഴിക്കാമെന്ന് ഞാൻ ഗോപുവിനെ വിളിച്ചു. ഗോപുവിനെ ഞാൻ പിന്നെ ക്യാമറയ്ക്കകത്തൊന്നും എടുത്തില്ല കേട്ടോ. വീഡിയോയ്ക്കകത്തൊന്നും എടുത്തില്ല. എല്ലാവർക്കും വീഡിയോയ്ക്കകത്ത് വരാൻ ഭയങ്കര മടിയുള്ള ആൾക്കാരാണല്ലോ. അങ്ങനെ പിന്നെ അതുകൊണ്ട് ഞാൻ നിർബന്ധിച്ചില്ല കേട്ടോ. ഞാൻ പിന്നെ അവിടെ നിന്നൊക്കെ ചിലപ്പോൾ ഷൂട്ട് ചെയ്യാറുണ്ട്, അല്ലാതെ ഞാൻ വിളിച്ചിങ്ങനെ കഴിക്കാനായിട്ട് വീഡിയോയുടെ മുമ്പിൽ ഇരുത്തിയില്ല കേട്ടോ. ഇതാണ് കേട്ടോ ജ്യൂസ്. ഓറഞ്ച് കളർ നമ്മുടെ ക്യാരറ്റില്ലേ, അതിൻ്റെ ജ്യൂസാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ടേസ്റ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ അങ്ങനെ നമുക്ക് സാധാരണ നമ്മൾ ക്യാരറ്റ് ഇങ്ങനെ നമ്മൾ തന്നെ ക്യാരറ്റ് അടിച്ച് കഴിയുമ്പോഴത്തേനും ഒരു സൈസ് ഒരു എന്തോ ഒരു ചൊവ്വ പോലെ എനിക്ക് വരും. പക്ഷേ ഇതങ്ങനെയില്ല കേട്ടോ. ബോട്ടിൽഡ് ആയതുകൊണ്ടായിരിക്കില്ലേ 100% ജ്യൂസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് കേട്ടോ ഇവിടെ കിട്ടുന്നത്. നല്ല ഫ്രൂട്ട്സ്, ഞാൻ പറഞ്ഞില്ലേ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ക്വാളിറ്റി കണ്ടാൽ നമുക്കങ്ങ് ഫ്രഷ് ഇപ്പം നമ്മൾ പറിച്ചുകൊണ്ട് വന്ന പോലെ ഇരിക്കും. അതുപോലെ തന്നെ സാലഡും എല്ലാം കുറച്ച് നല്ല ക്വാളിറ്റിയിൽ കിട്ടും. അങ്ങനെ അതൊക്കെ കഴിച്ചു. അങ്ങനെ ഞാൻ ഇപ്പം കഴിഞ്ഞ 1 മാസമായിട്ട് ഞാൻ, അതായത് നമ്മൾ നാട്ടിൽ നിന്ന്, അതായത് കാൺപൂരിൽ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ ജിം നിർത്തിയായിരുന്നല്ലോ. ഞാൻ പറഞ്ഞില്ലായിരുന്നു എൻ്റെ ആനുവൽ സബ്സ്ക്രിപ്ഷൻ നിന്നാറ് ഞാൻ നിർത്തിയായിരുന്നു ജിം. അപ്പോൾ നമ്മൾ വർക്കൗട്ടൊന്നും കുറേ ദിവസങ്ങളായിട്ട് ചെയ്ത് 1 മാസത്തോളമായി. അപ്പോൾ പിന്നെ റീസ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. അല്ലാതെ ഒന്നും ചെയ്യാതെ ഇവിടെ ഇരുന്ന എൻ്റെ ഒരു ശരീരപ്രകൃതി എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പെട്ടെന്ന് വണ്ണം വയ്ക്കുന്ന, പിന്നെ ഞാൻ അങ്ങനെ വലിയ കൺട്രോൾ ചെയ്ത് കഴിക്കുന്ന ആളുമല്ല. കഴിക്കേണ്ടപ്പോഴൊക്കെ കഴിക്കുമ്പോൾ അതുപോലെ ക്രേവിങ് വന്നാൽ എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഞാൻ കഴിക്കുകയും ചെയ്യും. അങ്ങനെയാണ് കേട്ടോ. ചായയൊക്കെ ഞാൻ പറഞ്ഞ ഇടയ്ക്ക് ഞാൻ മധുരം ഇടാതെ മോങ് ഫ്രൂട്ട് സ്വീറ്റ്നറൊക്കെ വെച്ച് കഴിക്കുമായിരുന്നു. പിന്നെ ഇപ്പോൾ ഇവിടെ വന്നപ്പം നോർമലായിട്ട് ഇവിടെ ബ്രൗൺ ഷുഗറാണ് കേട്ടോ, അതൊക്കെ ഇട്ട് ഞാൻ കഴിക്കുന്നത്. ചായ കുടിക്കുന്നതുകൊണ്ട് എനിക്ക് മധുരം ഇല്ലാതെ കുടിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. അതുകൊണ്ട് ഷുഗർ കട്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര പാടാണ്. പക്ഷേ ബാക്കി ലഡ്ഡു, ജിലേബി അങ്ങനത്തെ നമ്മുടെ സ്വീറ്റ് ആയിട്ടുള്ള സാധനങ്ങളോടൊന്നും അത്ര ക്രേവിങ് ഇല്ല. ചായക്ക് എനിക്ക് നന്നായിട്ട് മധുരം വേണം കേട്ടോ. അങ്ങനെ ഒരു വിധത്തിലൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകാമെന്ന് വിചാരിക്കുന്നു. അല്ലാതെ നമ്മളിങ്ങനെ ഭയങ്കര സ്ലിം ആകാനൊന്നും നോക്കുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഏജിൽ നമ്മൾ അത്രയും സ്ലിം ആകാൻ നോക്കിയാൽ നമ്മുടെ സ്കിന്നും നമ്മുടെ റിങ്കിൾസൊക്കെ കുറച്ചും കൂടെ അങ്ങോട്ട് എക്സ്പോസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ ഒത്തിരി അങ്ങ് മെലിയുമ്പോഴത്തേനുവേ. എന്നാലും ഒരു 58, അതായിരുന്നല്ലോ എൻ്റെ 56നും 58നും ഇടയ്ക്കുള്ള ടാർഗറ്റ് വെച്ച് ആണ് ഞാൻ നടക്കുന്നത്. അപ്പോൾ ഞാൻ അവിടുന്ന് പോകുന്ന സമയത്ത് എനിക്ക് 56.7 അത്ര എങ്ങാണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ സാലഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പെട്ടെന്ന് കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നു. പാല്, പിന്നെ മുട്ട, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഇവിടെ നിന്ന് ഒരു 3 മിനിറ്റ് ഡ്രൈവ് ചെയ്താൽ നമ്മൾ വാൾമാർട്ട് എത്തും. അപ്പോൾ അവിടെ പോയി നമുക്ക് ഈ ബ്രേക്കിൽ നമുക്ക് ഒരു സാധനം വാങ്ങിക്കാമെന്ന് ഞങ്ങൾ സാലഡ് കഴിച്ചിട്ട് അവിടെ വന്നു. അപ്പോൾ ഞാൻ ഭയങ്കര വലിയ വാൾമാർട്ടാണ്, കണ്ടല്ലോ ഇത് കണ്ടോ, കട്ട് ഫ്രൂട്ട്സിൻ്റെ ട്രേ, അതെനിക്ക് ഇഷ്ടപ്പെട്ടത്. നമ്മളൊരു ട്രേ എടുത്താൽ അതിനകത്ത് നമുക്ക്
എല്ലാ ഫ്രൂട്ട്സും അതുപോലെ തന്നെ വെജിറ്റബിൾസിൻ്റെ ട്രേ ഒക്കെ ഉണ്ട്. കുറേ നമ്മുടെ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ്, ഇപ്പോൾ നമ്മൾ ഏത് സ്ഥലത്ത് ചെന്നാലും അവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ വേറെ പുതിയ 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 കുറേ സാധനങ്ങൾ കാണാൻ പറ്റത്തില്ല. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ ഇവിടെ ലക്നൗവിൽ വാൾമാർട്ട് ഉണ്ട്, അതിനകത്ത് ഈ ഒരു സ്റ്റൈലേ അല്ല കേട്ടോ ഗ്രോസറിയൊക്കെ. അപ്പോൾ ഏത് സ്ഥലത്ത് ചെന്നാലും അവിടുത്തെ കുറേ സാധനങ്ങളും കാണുമല്ലോ. കണ്ടോ ഇവിടെ നമ്മുടെ സബോള വെള്ള കളറിലുണ്ടോ കേട്ടോ ഒത്തിരി കൂടുതലുള്ളത്. നമ്മൾ പക്ഷേ ചുവപ്പാട്ടോ വാങ്ങിക്കുന്നത്. പിന്നെ അവോക്കാഡോ ഒക്കെ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും. പക്ഷേ ഇവിടുത്തേലും നല്ല ഫുഡ് ഐറ്റംസ് കിട്ടുന്ന കോസ്കോയിലാണെന്ന് പറഞ്ഞിട്ട്, കോസ്കോ പക്ഷേ കുറച്ച് ദൂരം ആയതുകൊണ്ട് നമ്മളങ്ങനെ വൺസ് ഇൻ എ വീക്കൊക്കെയാണ് പോകാറെന്ന് ഇവർ വൺസ് ഇൻ എ വീക്കാണ് പോകാറെന്ന് പറഞ്ഞു. അപ്പോഴാണ് നല്ല ഫുഡിൻ്റെ സാധനങ്ങളൊക്കെ കൂടുതൽ വാങ്ങിക്കുന്നത്. ഇപ്പം നമ്മൾ എന്തെങ്കിലും തീർന്നാലാണ് ഓടി വാൾമാർട്ടിലോട്ട് വരുന്നത് കേട്ടോ. നമ്മുടെ ആപ്പിളാണ്, ആപ്പിളിൻ്റെ ഒക്കെ വെറൈറ്റി നല്ല അടിപൊളി. ഇത് നമ്മുടെ അവോക്കാഡോ. ഇവർ പറയുന്നുണ്ട് ക്വാളിറ്റി കുറവാണ്, പക്ഷേ നമുക്കത് നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നും കേട്ടോ. നമ്മുടെ അവിടെ കിട്ടുന്ന സ്ട്രോബെറി പോലെയൊന്നുമല്ല. അപ്പം ഇത് കണ്ടോ, ഇതെല്ലാം ഫ്രഷ് ഫ്ലവർ ട്യൂലിപ്പായിരുന്നു കേട്ടോ ആദ്യം കണ്ടത്. ഫ്രഷ് ഫ്ലവർ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഗാർഡനിൽ നിന്ന് ഇങ്ങനെ പറിച്ചുകൊണ്ട് വരുന്ന പോലെ. എനിക്ക് ശരിക്കും ഞാൻ പറയുന്നത് നമ്മുടെ ഈ ടെമ്പറേച്ചറും ഇതെല്ലാം കൊണ്ട് നമ്മൾ കൊടൈക്കനാലിലൊക്കെ ഫ്ലവേഴ്സ് കാണത്തില്ല, അതുപോലെ തണുത്ത് നല്ല, അതിലും എയർ ക്വാളിറ്റി നല്ല ആയതുകൊണ്ട് ഒരു പൊടി പോലും ഇല്ലല്ലോ, നല്ല ഫ്രഷാണ്. പിന്നെ ബേക്കറി ഐറ്റംസിൻ്റെ ഒരു എന്താ പറയുന്നത്, അതും ഏറ്റവും നല്ല മീൻസ് ഒരു ഈ ബ്രെഡൊക്കെ വാങ്ങിച്ചില്ലെങ്കിൽ സ്പോഞ്ച് പോലെ ഇരിക്കും, നമ്മുടെ പഞ്ഞി പോലെ, അത്രയ്ക്ക് നന്നായിട്ട്. വീറ്റ് ബ്രെഡ് പോലും നമ്മുടെ അവിടെ നാട്ടിൽ ഞങ്ങൾ കാൺപൂർ ബ്രെഡ് വാങ്ങിക്കുമ്പോൾ വീറ്റ് ബ്രെഡ് വാങ്ങിക്കുമ്പോൾ അത് ഇച്ചിരി ഒരു ഹാർഡായിരിക്കും, ഒന്ന് നമ്മൾ ചൂടാക്കുമ്പോൾ അത് സോഫ്റ്റ്. ഇത് വീറ്റ് ബ്രെഡ് ആണെങ്കിലും വീറ്റിൻ്റെ ബണ്ണുണ്ട്, വീറ്റിൻ്റെ തന്നെ ബൺസ്, അതൊക്കെ ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. പിന്നെ പേസ്ട്രീസിൻ്റെയും ഡോണറ്റ്സിൻ്റെയും അതിൻ്റെയൊന്നും കാര്യം പറയട്ടെ. പിന്നെ നമ്മുടെ ക്രോസോ അതൊക്കെ നല്ല ചോക്ലേറ്റ് പല പല ഫില്ലിംഗ് ഉള്ള ക്രോസോ ഉണ്ട്, ബട്ടർ ക്രോസോ ഉണ്ട്, അങ്ങനെ കുറേ. അപ്പം ഞാൻ കുട്ടികൾക്ക് കുറച്ച് ഡോണറ്റ്സ് വാങ്ങിക്കണം, അതുകൊണ്ട് ഈ ബേക്കറി സെക്ഷനിലോട്ട് വന്ന് നമുക്ക് ഒരേ ഒരു എന്താ പറയുക കുറേ ബേക്കറി സാധനങ്ങളുടെ സെലക്ഷൻ ഉണ്ട് കേട്ടോ. എന്ത് വേണമെങ്കിൽ നമുക്ക് ഓരോ പ്രാവശ്യം ഓരോന്നോരോന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്താലും എനിക്ക് തോന്നുന്നില്ല ഞാൻ 2 മാസം കൊണ്ട് മുഴുവൻ ട്രൈ ചെയ്ത് കഴിയുമെന്ന്. പക്ഷെ അത്രയൊന്നും ട്രൈ ചെയ്യാനുള്ള ഇപ്പം എനിക്കൊരു ഇതില്ല കേട്ടോ. നമ്മുടെ ഒരു ഏജിനനുസരിച്ച് ബേക്കറി സാധനങ്ങളോടുള്ള ക്രേവിങ്ങും കുറയുമല്ലോ. എന്നാലും കുറച്ചൊക്കെ എനിക്കിഷ്ടമാണ് കേട്ടോ. ഇത് നമ്മുടെ ഫിഷിൻ്റെ സെക്ഷനാണ്. ഫിഷിൻ്റെ പല വിധത്തിലുള്ള ഫിഷുണ്ട്, നമ്മുടെ സാമൺ, തിലോപ്പി, അങ്ങനെ എല്ലാം ഉണ്ട്. ഇത് സീ ഫുഡ്, പിന്നെ ബീഫിൻ്റെ പല 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 ഇതുള്ള ലീൻ മീറ്റ് അങ്ങനെ ഉള്ളത്. ഇത് ഷ്രിമ്പ് നമ്മൾ വാങ്ങിച്ചു, ഷ്രിമ്പും വാങ്ങിച്ചു, ഫിഷും വാങ്ങിച്ചേ. പിന്നെ ഇത് ബ്രെഡ്സാണ് കേട്ടോ. ബ്രെഡ്സ് എല്ലാം പലയിടത്തെ ഇറ്റാലിയൻ ബ്രെഡ്, വേറെ ഫ്രഞ്ച് ബ്രെഡ്, അങ്ങനെ വേറെ വേറെ ബ്രെഡാണ്. ഏത് ബ്രെഡ് വാങ്ങിച്ചാലും നല്ല സോഫ്റ്റ്. നമ്മുടെ ലോങ് ബ്രെഡൊക്കെ ഉണ്ടല്ലോ ഫ്രാൻസിൽ പറയത്തില്ല ബാഗറ്റ് എന്ന് പറയുന്ന ലോങ് ഫ്രഞ്ച് ബ്രെഡ്. പിന്നെ ഇതെല്ലാം ഡോണറ്റ്സിൻ്റെ സെക്ഷനാണ്, പ്ലെയിൻ ഷുഗറി ഡോണറ്റ്സ്, ചോക്ലേറ്റ് അല്ലാത്തത്. അതൊക്കെ വാങ്ങിച്ചു. പിന്നെ കുറച്ച് ബാക്കി സാധനങ്ങളൊക്കെ കെച്ചപ്പ്, അങ്ങനെ എമർജൻസി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇവിടെ ഏറ്റവും നമുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ബില്ല് ചെയ്യുന്ന കൗണ്ടേഴ്സ് ഉണ്ടെങ്കിലും നമുക്ക് സെൽഫായിട്ടും ബില്ല് ചെയ്യാൻ വേണമെങ്കിൽ സെൽഫായിട്ട് ബില്ല് ചെയ്യുന്ന കൗണ്ടേഴ്സ് സാധാരണ ആളുകൾ ഇരിക്കുന്ന കൗണ്ടേഴ്സിനേക്കാളും കൂടുതലുണ്ട് കേട്ടോ. അവിടെ നമ്മുടെ ഇവിടുത്തെ ഫോൺ നമ്പറും നമ്മുടെ അഡ്രസ്സും ഇട്ട് കഴിയുമ്പോൾ പിന്നെ നമുക്ക് തന്നെ ഈ ബാർകോഡ് വെച്ചിട്ട് തന്നെ ബില്ലിങ് ചെയ്ത് വരാം. അപ്പോൾ അവിടെ ഒരു കുറേ പോളിത്തീൻസ് കണ്ടോ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ബാഗ്. അപ്പോൾ നമ്മൾ ബില്ല് ചെയ്യുക, എടുത്ത സാധനം ബാർകോഡ് കാണിച്ചിട്ട് ബില്ല് ചെയ്തിട്ട് ആ കൂടിനകത്തോട്ട് എടുത്ത് വെക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഇത് അവിടെ സെക്യൂരിറ്റീസൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ ഗോവു പറയായിരുന്നു പണ്ടൊക്കെ ഇങ്ങനെ ഇവിടുന്ന് ആൾക്കാരെയൊക്കെ ഇങ്ങനെ ഒരു സാധനം എടുത്തിട്ട് 2 സാധനം എടുത്തിട്ട് ഒരു സാധനത്തിൻ്റെ ബില്ല് അങ്ങനെയൊക്കെ പിടിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ഇപ്പം ഭയങ്കര സെക്യൂരിറ്റി സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. എന്നാൽ ഈ കൗണ്ടേഴ്സ് ഉള്ള കാരണം നമുക്കിങ്ങനെ ഈ ലോങ് ലൈൻ നിൽക്കേണ്ടി വരത്തില്ലല്ലോ. നമ്മൾ സ്മാർട്ട് ബസാറിലും എവിടെ പോയാലും ലുലുവിലൊക്കെ പോയാലും ഈ ബില്ലിങ്ങിൻ്റെ പ്രശ്നം, നമ്മൾ ഇത്ര നേരം ഇങ്ങനെ കൗണ്ടറിൽ നിൽക്കേണ്ടി വരത്തി. ഇത് അതില്ല കേട്ടോ. നമുക്ക് സാധനം എടുത്തു നമുക്ക് തന്നെ ബില്ല് ചെയ്തു, പേയ്മെൻറ്റ് എടുത്തു, കണ്ടോ ഇങ്ങനെ കൂടിനകത്തോട്ട് ഇടുക, എന്നിട്ട് കൂട് മാറ്റി വയ്ക്കുക. ഈ കൂടെല്ലാം ഫ്രീ ആണ് കേട്ടോ, അല്ലാതെ നമുക്ക് കൂടിൻ്റെ പൈസ കൊടുക്കണ്ട. വാൾമാർട്ടിൽ മാത്രമേ ഉണ്ടെന്ന് പറയുന്നത് ഇങ്ങനത്തെ പോളിത്തീൻ പ്ലാസ്റ്റിക് കവേഴ്സ്. ബാക്കി കോസ്കോയിലൊക്കെ നമ്മുടെ പേപ്പർ കവേഴ്സാണ്. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ സാധനം എടുക്കുക, ബാർകോഡിൽ ഇങ്ങനെ അടിക്കുക, പിന്നെ ഈ പോളിത്തീനകത്തോട്ട് ഇടുക. ഈ പോളിത്തീൻ എന്ന് പറയുമ്പം ഇതെടുത്ത് മാറ്റി വെച്ചിട്ട് പുറകിൽ കണ്ട് നിറച്ചും ഇങ്ങനെ പോളിത്തീൻ ഇട്ടേക്കുകയാണ്, അതായത് പ്ലാസ്റ്റിക് ബാഗ്സ് ഇട്ടേക്കാണ്. അതെടുത്ത് മാറ്റിയിട്ട് അടുത്തതിനകത്തോട്ട് ഇടുക. എനിക്കത് ഭയങ്കര രസമായിട്ട് തോന്നി, ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ സമയം ഒത്തിരി വേസ്റ്റ് ആവത്തില്ലല്ലോ. പിന്നെ ഞാൻ സാധാരണ ഇലക്ട്രിക് ബ്രഷ് ഉപയോഗിക്കാറേ ഇല്ല കേട്ടോ. ഇവിടെ വന്നപ്പോൾ എല്ലാവരും ഇലക്ട്രിക് ബ്രഷ്, അപ്പം ഞാൻ ഇപ്രാവശ്യം ബ്രഷ് വാങ്ങിക്കാൻ പോയപ്പം ഞാനും ഇലക്ട്രിക് ബ്രഷ് തന്നെ വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ പടപടേന്ന് വാങ്ങിച്ച് ബില്ല് ചെയ്ത്, കാരണം നമ്മൾ ആ ബ്രേക്കിലാണല്ലോ വന്നേക്കുന്നത്, 1 മണിക്കൂർ സമയം നമുക്കുള്ളൂ.
അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള സാധനം എടുക്കുക. ഗോപിന് പിന്നെ കറക്റ്റ് ഏതൊക്കെ സാധനം എവിടെയാണെന്ന് അറിയാം. ഞാനിങ്ങനെ വന്ന് വീഡിയോ എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേനും ഗോപു സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് വേണമല്ലോ പിന്നെ തിരിച്ച് ഗോപുനും യൂണിവേഴ്സിറ്റിയിലും പോകണം, എനിക്ക് മോളെ വിളിക്കാനും പോകണം. അങ്ങനെ ഞങ്ങൾ എനിക്ക് വന്നൊരു 40 മിനിറ്റ് കൊണ്ട് വന്നു. എത്രയും സാധനവും വാങ്ങിച്ച് ബില്ലും ചെയ്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ 40 മിനിറ്റ് പോലും എടുത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. തിരിച്ച് വീട്ടിലെത്തി. അങ്ങനെ പിന്നെ ഗോപുനല്ലെങ്കിലും ഭയങ്കര സ്പീഡാണ് എല്ലാ കാര്യത്തിലും. അപ്പം കുറച്ച് സ്പീഡ് അവിടുന്ന് ക്രോസ് ചെയ്യില്ല, അച്ഛൻ അങ്ങോട്ടാണ് ഇറങ്ങിയാൽ നടന്നാൽ മതി. അവിടെയാണ് അവൾ ഇറങ്ങുന്നത്. അതിന്റെ ബാക്കിലാണ് ഇച്ചോള് നിൽക്കുന്ന സ്ഥലം. അവിടുന്ന് അങ്ങോട്ട് നടന്നു പോയാൽ ഇച്ചോള് നിൽക്കുന്ന സ്ഥലത്ത് എത്തും. അല്ലെന്നേ, അവിടെ നിർത്തുന്ന എനിക്ക് എളുപ്പം. അല്ല, ഇച്ചമ്മക്ക് എളുപ്പം അവിടെ നിർത്തുന്നത്. വണ്ടി കയറി പോകുന്നില്ല, ആ വഴി അവിടെ അവിടെ ചെല്ലുന്നിടത്താണ് ഇവിടെ. മനസ്സിലായി, ഇവിടെ ഒന്ന് സൺലൈറ്റ് പെട്ടെന്ന് അങ്ങ് പോയി. എന്നിട്ട് ഒരുമാതിരി കണ്ടില്ലേ, ഒരു ഇരുണ്ട പോലത്തെ ഒരു ഇതങ്ങ് വന്ന് തണുപ്പ് കാറ്റും വന്നു കേട്ടോ. എനിക്കൊരു 5-8 മിനിറ്റ് അവിടെ നിൽക്കേണ്ടി വന്നു. ഞാൻ മോളെ വിളിച്ചോണ്ട് മോളെപ്പോഴും പറയും 10 മിനിറ്റ് കൂടെ കളിക്കാം, 10. ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ 5 മിനിറ്റേ തരത്തുള്ളൂ, എനിക്ക് ഭയങ്കരമായിട്ട് തണുക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു 5 മിനിറ്റ് പിന്നെ അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച് പിന്നെ ഞാൻ ഒരു വിധത്തിൽ എല്ലാ പിള്ളേരും അവിടെ സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട് ഇവർ തേർഡ് ഗ്രേഡ് ആണ്. തേർഡ് ഗ്രേഡും എല്ലാ ഗ്രേഡും പിള്ളേരിങ്ങനെ കളിക്കും. പേരൻസ് ഇങ്ങനെ അവിടെ നോക്കിയിരിക്കും കേട്ടോ. നമ്മുടെ പോലെ പേരൻസിന് ഒരു ധൃതി ഇല്ലെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നു വിളിച്ച് പോകാമെന്ന് പറയുന്നത്. എല്ലാവരുടെയും പിള്ളേരും അവിടെ കളിക്കുന്നുണ്ട്, എല്ലാവരും അവിടെ ഇരിപ്പുണ്ട്. കുറേ ബെഞ്ചെല്ലാം ഇട്ടുണ്ട് അവിടെ. നമ്മളിരുന്ന് ഫോൺ നോക്കിക്കൊണ്ടോ നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് നമുക്ക് ഇരിക്കാമല്ലോ. പിള്ളേരവിടെ കളിക്കുകയും ചെയ്യും കേട്ടോ. 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് പിള്ളേർ തിരിച്ചിട്ട് നമ്മൾ വീട്ടിലോട്ട് പോകും. ഇന്ന് ഞാൻ ഇവിടെ അടുത്ത് പറഞ്ഞാൽ 5 മിനിറ്റ് ആകുമ്പോൾ അപ്പച്ചി 7 മിനിറ്റ്സ് ഓർന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ 7 മിനിറ്റ്സ് കളിക്കാൻ തന്നിട്ട് നമ്മൾ തിരിച്ച് നടക്കുകയാണ് കണ്ടോ. അപ്പോൾ നല്ലതായിട്ട് ഇരുണ്ട് വരുന്നുണ്ട്. ഈ സമയത്തൊക്കെ നല്ല കാറ്റുണ്ട്. ഞാൻ അവളുടെ മോളെ വന്നിട്ട് സ്വെറ്റർ ഇടിപ്പിച്ചേ. അപ്പോൾ ഞാൻ ഇവിടെ മെയിൽസില്ല, നമ്മുടെ ലെറ്റേഴ്സ് വരുന്ന പോസ്റ്റ്മാൻ നമുക്ക് ലെറ്റേഴ്സ് കൊണ്ടുതരുന്നത്. ഇവിടെ ഇങ്ങനെ മെയിൽ വണ്ടികൾ വരുവാണ്. വണ്ടികൾ വന്നിട്ട് എല്ലാ വീടിൻ്റെയും ഫ്രണ്ടിൽ ഇങ്ങനെ മെയിൽ ബോക്സസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വണ്ടി വന്ന് അവിടെ നിർത്തിയിട്ട് ആ മെയിൽ ബോക്സിനകത്തോട്ട് എല്ലാം നമ്മുടെ ഇവിടെ ഇപ്പോഴും പോസ്റ്റൽ സർവീസ് നന്നായിട്ട് നടക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. എന്നും ഇങ്ങനെ മെയിൽസ് വരും കേട്ടോ. അതായത് റിട്ടേൺ ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് നന്നായിട്ട് തന്നെ നടക്കുന്ന ഒരു സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. എത്രയായാലും ഇത്ര നമ്മൾ ടയേർഡായെന്ന് പറഞ്ഞാലും ഈ ഒരു നടപ്പ് നല്ല രസമാണ്. കാരണം നല്ല രസമാണല്ലോ, അപ്പുറത്തും ഇപ്പുറത്തും നല്ല വീടുകളും കുറേ ചെടികളും പലരും പല രീതിയിലായിരിക്കുമല്ലോ വീട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ പുല്ലെല്ലാവരുടെ അവിടെ കോമൺ ആയിരിക്കും, പക്ഷേ വെച്ചിരിക്കുന്ന ചെടികൾ പല രീതിയിലായിരിക്കും. ഈ ചെടി ഞാൻ 2 ദിവസം മുമ്പ് പോയപ്പോൾ കണ്ടാണ് നിറച്ചും മൊട്ടുമായിട്ട് നിൽപ്പുണ്ട്. ഇപ്പം നോക്കിയപ്പോൾ അതിങ്ങനെ ഫ്ലവേഴ്സായിട്ട് വന്നിരിക്കും. നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ പലരും പല ചെടികളായിരിക്കും വിറ്റത്ത് വെച്ചിരിക്കുന്നത്. ചിലത് ഞാനത് കാണിച്ചില്ല, റെഡ് കളർ മേപ്പിൾ ട്രീ, ജാപ്പനീസ് മേപ്പിൾ ട്രീ അത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെയും ഗോപുവിൻ്റെ അടുത്തും പറഞ്ഞു നമുക്കത് വാങ്ങിച്ച് വെക്കണമെന്ന്. ഇതാണ് കേട്ടോ മെയിൽ ബസ്, മെയിൽ വാനോ എന്ത് വേണമെങ്കിൽ പറയാം. ഇതിങ്ങനെ ഓരോ സ്ഥലത്തും കണ്ടോ, ഇതിങ്ങനെ ലെറ്റർ ബോക്സ് വെച്ചിട്ട് അത് എളുപ്പം അതിനകത്തോട്ടിടും, എന്നിട്ട് അടുത്തടുത്തോട്ട് പോകും. ഇങ്ങനെ ജസ്റ്റ് എന്ത് സ്പീഡിലാണ്. ഞങ്ങൾ നടന്നു വന്നപ്പോഴത്തേനും ഒരിടത്തുനിന്ന് നിർത്തി അവിടെ കറക്റ്റ് ആ സ്ഥലത്ത് നിർത്തും, അവരുടെ ലെറ്റേഴ്സ് ഇടും അടുത്ത. അങ്ങനെ ഇത് കേട്ടോ, ഇത് കണ്ടിട്ട് എനിക്ക് നല്ല രസമുണ്ട്. അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് നടന്നു. അപ്പോൾ ഞാൻ ഇന്ന് ലഞ്ചിന് വേണ്ടിയിട്ട് കൂണ് തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പുളിശ്ശേരി ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ലഞ്ച് മാത്രം നമ്മൾ നല്ല കാര്യമായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം നമ്മൾ ചപ്പാത്തി റെഡിമെയ്ഡ് ചപ്പാത്തി അല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തി വേണേൽ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഇവരൊക്കെ ഈ 4 മണി സമയത്ത് ഭയങ്കര ഹെവി ആയിട്ട് ഈ സ്കൂളിൽ നിന്ന് വന്നൊക്കെ മോനൊക്കെ 4 മണിക്കാണ് വരുന്നത്. അപ്പോഴേ ചോറ്, അതായത് ലഞ്ചിനുള്ള സാധനങ്ങൾ നല്ല ഹെവി ആയിട്ട് കഴിക്കുന്ന കാരണം പിന്നെ വൈകുന്നേരം അങ്ങനെ ഒന്നും കഴിക്കത്തില്ല. എന്തെങ്കിലും ഫ്രൂട്ട്സ് കണ്ടത് നമ്മുടെ വീട്ടിലെ മെയിൽ ബോക്സ് ആണ്, അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തുറക്കുക, അതിനകത്തിട്ട് മെയിൽ വന്ന് ഇവർ ഇട്ടിട്ട് പോകും. നമുക്ക് പിന്നെ മെയിൽ എടുത്തുകൊണ്ട് പോരാം. ഇതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പറഞ്ഞ് വീട്ടിലെത്തി. ഞാൻ പറഞ്ഞത് വൈകുന്നേരം നമ്മൾ ഭയങ്കര ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ടും കിടക്കും. അതാണ് കേട്ടോ. ഉച്ചയ്ക്കത്തെ മീലാണ് ഇവിടെ നല്ല ഹെവി ആയിട്ടുള്ള. ഇത് നമ്മുടെ ഗ്യാരേജാണ്. കാർ എടുത്തുകൊണ്ട് പോയി ഗ്യാരേജ് നല്ല 2 കാറുണ്ട്. അത് രണ്ടും എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഗ്യാരേജ് നല്ല എംറ്റിയാണ്. സാധനങ്ങളെല്ലാം ചുറ്റും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ നടന്നിട്ട് അത് നമ്പർ പ്രസ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ പൊങ്ങി വരും. നമ്മൾ കാറിൽ വരുവാണെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട്
അതങ്ങ് പൊങ്ങി നമ്മൾ അകത്തോട്ട് കയറും. അങ്ങനെയാണ് കേട്ടോ. നമ്മൾ ഇറങ്ങുമ്പം നമ്മളിവിടെ ഇങ്ങനെ ഒരു ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അതിങ്ങനെ ഓപ്പൺ ആവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിക്കഴിയുമ്പോൾ അത് അവിടെ വെളിയിലും ഉണ്ട് ഇതുപോലെ. അത് എൻട്രി ചെയ്യുമ്പോൾ അങ്ങ് ക്ലോസ് ആവും. തിരിച്ച് വരുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ ഓരോ നമ്പറുണ്ട്. ആ നമ്പർ പ്രസ് ചെയ്യുമ്പോൾ ഇത് തന്നെ തുറക്കും. അങ്ങനെ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം. ഞാനിങ്ങനെ കാണുന്ന ഓരോ കാര്യങ്ങളും പറഞ്ഞ് വെറുതെ ഒരു വ്ളോഗ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.